കൊള്ളാമോ എനിക്കിത്? ഇഷ്ടപ്പെട്ടോ മോളെ? എനിക്കിത് കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഇത് എന്റെ അല്ലേ? അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ നാളെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് വരുന്നല്ലോ. അയ്യോ മോളെ, ഞാൻ വിചാരിച്ചു മോക്ക് ഇത് വേണ്ടായിരിക്കുമെന്നേ. ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടക്കുമായിരുന്നു. അതിന് തുളസേട്ടൻ എന്നോട് പറഞ്ഞു അവക്ക് വേണ്ടാതെ കളഞ്ഞതായിരിക്കും, നീ എടുത്തോ, നിനക്ക് നല്ല ചേരുവെന്ന്. എന്റെ മക്കൾക്കൊന്നും തോന്നല്ലേ മോളെ? അയ്യോ മോളെ, പിന്നെ ഇതെന്റെ ഈ ബാഗ് ആ മൂലയ്ക്ക് മോള് കളഞ്ഞിരുന്നതാ. മോക്ക് വേണമായിരുന്നോ ഇതേ? ഞാൻ വിചാരിച്ചു മോക്ക് വേണ്ടാന്നോ, എന്നോട് പറഞ്ഞു ഇത് രണ്ടും കൂടെ നിനക്ക് നല്ല ചേരുവെന്ന് പറഞ്ഞേനെ. ഇത് ഞാൻ ഇങ്ങ് എടുത്തു. ഒന്നും തോന്നല്ലേ മക്കളെ? അയ്യോ പോലെ മോളെ, പിന്നെ എനിക്ക് എന്നെ ഈ ഇവിടുത്തെ ബ്യൂട്ടി പാർലറിൽ ഒന്ന് കൊണ്ടുപോകണേ മക്കളെ. എന്റെ മുഖം എല്ലാം അങ്ങ് കരുവാളിച്ചങ്ങ് പന്നലായി. എന്നെ കൊണ്ടുപോയി ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യണേ. ഓ പോയോ? മോളെ, ഈ റൂം മതി ഞങ്ങൾക്ക്. ഇതാവുമ്പോഴേ ഞങ്ങൾക്കൊരു പ്രൈവസി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് മതിയെന്ന് തുളസേട്ടൻ പറഞ്ഞു. ഇത് മതി കേട്ടോ. അതുപോലെ തന്നെ ഈ ബെഡല്ലേ ഞാനും പപ്പായും മാത്രം മതി. ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ തുളസേട്ടൻ കൈയും കാലും ഒക്കെ എടുത്തിട്ട് വന്നേ. അതുകൊണ്ടേ കുഞ്ഞുങ്ങളെ അപ്പുറത്ത് നിങ്ങളുടെ കിടത്തിക്കണം കേട്ടോ. വേണ്ട മോനെ, അതുകൊണ്ടല്ല. മോമ്മയുടെ ഐഡിയ മമ്മിയുടെ കൂടെ കിടന്നാ മതി. അത് അപ്പൂപ്പ മോന്റെ ദേഹത്തൊക്കെ കാലും കയ്യും ഒക്കെ എടുത്തിട്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൂടെ അവിടെ കിടത്തിക്കോ കേട്ടോ മക്കളെ. പിന്നെ ഈ കബോർഡിനകത്തിരിക്കുന്ന നിങ്ങളുടെ സാധനങ്ങൾ ഈ പെട്ടിക്കകത്തൊക്കെ ആക്കി അത് മാറ്റിയേക്കണേ. അപ്പൊ ഞങ്ങൾക്ക് സൗകര്യമായിട്ട് ഇത് ഉപയോഗിക്കാമല്ലോ മോളെ. ഒന്നും തോന്നല്ലേ മക്കളെ? അല്ലമ്മേ, അതെ, ഇനി എനിക്കിവിടെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? അയ്യോ മക്കൾക്ക് ഒന്നും തോന്നല്ലേ മക്കളെ? മോക്ക് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ അവിടെ ആ ഡ്രസ്സ് എടുക്കുകയും ആ റൂമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷമേ പുള്ളിക്കാരിക്ക് എന്തോ ഒരു ഭാവമാറ്റം. ഞാൻ ഈ വീടിൻ്റെ അധീനത അങ്ങ് ഏറ്റെടുത്തതുപോലൊരു തോന്നലാണെന്ന് അറിയത്തില്ല. എന്തോ ഒരു ഭാവവും ഒരു ചൂടുന്നൊരു നോട്ടവും ഒക്കെ എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇതിൽ സംശയം ഉണ്ടോ എന്തോ വന്നു. നിനക്കെന്തോ ഒരു വല്ലായ്മ പോലെ? അല്ലേ, എൻ്റെ ചെറുക്കൻ്റെ ഇല്ലേ ഇതെല്ലാം. പിന്നെ ഞാൻ എന്തിനാ വല്ലായ്മപ്പെടുന്നു? എനിക്ക് വല്ലായ്മയില്ലൊരു പേടിയും ഇല്ല. പിന്നെ അവളെങ്ങാണ്ട് കേൾക്കുമോ എന്തുവാന്നോ.